ഹലോ കൂട്ടുകാരെ, നമ്മൾ ഒട്ടകപ്പക്ഷിന്റെ കഥ പറയാൻ പോകും. നമ്മുടെ കഥയുടെ പേരാണ് പറക്കാൻ കഴിയാത്ത ഒട്ടകപ്പക്ഷി. പറക്കാൻ കഴിയാത്ത ഒട്ടകപ്പക്ഷി. ഒരിക്കൽ ഒരിടത്ത് ദൂരെ ഒരു നാട്ടിൽ ഒരു കൂട്ടം ഒട്ടകപ്പക്ഷികൾ ജീവിച്ചിരുന്നു. നമുക്കറിയാം, ഏറ്റവും വേഗതയുള്ള പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി, ഓസ്ട്രിച്ച്. ഒട്ടകപ്പക്ഷി അഥവാ ഓസ്ട്രിച്ച്. നീണ്ട കഴുത്തും ശക്തമായ കാലുകളും വളരെ വേഗത്തിൽ ഓടാനുള്ള കഴിവും അവർക്ക് പേരുകേട്ടതായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു ഒട്ടകപ്പക്ഷി വ്യത്യസ്തനായിരുന്നു. അവൻ്റെ പേര് ഓസി എന്നായിരുന്നു. അവന് പറക്കണമെന്ന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഒട്ടകപ്പക്ഷിയുടെ പേര്? ഓസി. ഓരോ ദിവസവും ഓസി പക്ഷികൾ ആകാശത്തിലൂടെ മനോഹരമായി ചിറകുകൾ അടിച്ച് പറക്കുന്നത് നോക്കി നിൽക്കും. അവൻ തൻ്റെ ചിറകുകൾ വിരിച്ച് കഴിയുന്നത്ര ശക്തിയായി ഓടാൻ ശ്രമിക്കും. പക്ഷേ ഏതാനും അടി മാത്രം ഉയർന്ന് താഴെ വീഴും. മറ്റ് ഒട്ടകപ്പക്ഷികൾ അവനെ പരിഹസിച്ചു. ഒട്ടകപ്പക്ഷികൾക്ക് പറക്കാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞു. കൂട്ടുകാരെ, ഒട്ടകപ്പക്ഷികൾക്ക് പറക്കാൻ കഴിയില്ല. ഓസിക്ക് വളരെയധികം ദുഃഖം തോന്നി. പക്ഷേ അവൻ തൻ്റെ സ്വപ്നം ഉപേക്ഷിച്ചില്ല. അവൻ എല്ലാ ദിവസവും പരിശീലിച്ചു. ചിറകുകൾ കൂടുതൽ ശക്തിയായി അടിച്ചു. ഒരു ദിവസം അവൻ പരിശീലിക്കുമ്പോൾ ഒരു ബുദ്ധിമാനായ മൂങ്ങ പറന്നു വന്നു. "നീ എന്തിനാണ് ഇത്ര ശക്തിയായി ചിറകുകൾ അടിക്കുന്നത്?" മൂങ്ങ ചോദിച്ചു. "ഞാൻ പറക്കാൻ ശ്രമിക്കുകയാണ്," ഓസി മറുപടി പറഞ്ഞു. മൂങ്ങ ചിരിച്ചു. ഒട്ടകപ്പക്ഷികൾക്ക് പറക്കാൻ കഴിയില്ല. അവ ഓടാനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, പറക്കാനല്ല. ഓസിക്ക് നിരാശ തോന്നി. പക്ഷേ അവൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചില്ല. "പക്ഷേ എനിക്ക് പറക്കണം," അവൻ പറഞ്ഞു. മൂങ്ങ ഓസിയുടെ ദൃഢനിശ്ചയമുള്ള മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. "പറക്കാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല," അവൻ പറഞ്ഞു. "പക്ഷേ നീ ആരാണെന്ന് അംഗീകരിക്കണം. നീ ശക്തനും വേഗതയേറിയ ഓട്ടക്കാരനുമാണ്." ഏറ്റവും വേഗമുള്ള പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി. "നിന്റെ കഴിവുകൾ മറ്റുള്ളവരെ സഹായിക്കാൻ നിനക്ക് ഉപയോഗിക്കാം," മൂങ്ങ പറഞ്ഞു. ഓസി മൂങ്ങയുടെ വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചു. സന്തോഷവാനായിരിക്കാൻ തനിക്ക് പറക്കേണ്ടതില്ലെന്ന് അവൻ മനസ്സിലാക്കി. തൻ്റെ വേഗത ഉപയോഗിച്ച് സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും സഹായിക്കാൻ അവന് കഴിയും. അന്നു മുതൽ ഓസി തൻ്റെ കഴിവുകൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിച്ചു. അവൻ മറ്റു ഒട്ടകപ്പക്ഷികൾക്ക് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും ഭക്ഷണം കണ്ടെത്താൻ സഹായിക്കുകയും അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അവൻ ആ കൂട്ടത്തിലെ വിലപ്പെട്ട അംഗമായി മാറി. അവൻ്റെ ദയയ്ക്കും ധൈര്യത്തിനും എല്ലാവരും അവനെ ബഹുമാനിച്ചു. ഒരു ദിവസം ഒരു കൂട്ടം വേട്ടക്കാർ ഒട്ടകപ്പക്ഷികൾ താമസിക്കുന്ന വയലിലേക്ക് വന്നു. അവർ കുന്തങ്ങളും വലകളും കൊണ്ട് സജ്ജരായിരുന്നു. ഒട്ടകപ്പക്ഷികളെ പിടിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. മറ്റ് ഒട്ടകപ്പക്ഷികൾ പരിഭ്രാന്തരായി. പക്ഷേ ഓസി ശാന്തനായി നിന്നു. അവർ വേട്ടക്കാരേക്കാൾ വേഗത്തിലാണെന്ന് അവനറിയാമായിരുന്നു. പക്ഷേ അവർക്ക് ഒരു പദ്ധതി ആവശ്യമായിരുന്നു. ഓസി പെട്ടെന്ന് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. വേട്ടക്കാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ മറ്റ് ഒട്ടകപ്പക്ഷികളോട് അവരെ വലം വെച്ച് ഓടാൻ അവൻ പറഞ്ഞു. എന്നിട്ട് അവൻ വേട്ടക്കാരെ കൂട്ടത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. പദ്ധതി പൂർണ്ണമായി വിജയിച്ചു. ഒട്ടകപ്പക്ഷികൾ വേഗത്തിൽ ഓടുന്നത് കണ്ട് വേട്ടക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടായി. അവർക്ക് ആരെയും പിടിക്കാൻ കഴിഞ്ഞില്ല. ഓസി അവരെ കൂട്ടത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി. മറ്റ് ഒട്ടകപ്പക്ഷികൾ സുരക്ഷിതമായി രക്ഷപ്പെട്ടു. തങ്ങളെ രക്ഷിച്ചതിന് മറ്റ് ഒട്ടകപ്പക്ഷികൾ ഓസിയോട് നന്ദി പറഞ്ഞു. അവന് പറക്കാൻ കഴിയില്ലെങ്കിലും അവൻ ഒരു യഥാർത്ഥ ഹീറോയാണെന്ന് അവർ മനസ്സിലാക്കി. ഓസിയും സ്വയം അഭിമാനിച്ചു. അവൻ തൻ്റെ കഴിവുകൾ സുഹൃത്തുക്കളെ സഹായിക്കാൻ ഉപയോഗിച്ചു.
താൻ ഒരു മാറ്റം വരുത്തിയെന്ന് അവനറിയാമായിരുന്നു. അന്നു മുതൽ മറ്റ് ഒട്ടകപ്പക്ഷികൾ ഓസിയെ പറക്കാൻ ആഗ്രഹിച്ചതിന് ഒരിക്കലും പരിഹസിച്ചില്ല. അവൻ ദയയും ധൈര്യവുമുള്ള ഒരു ഒട്ടകപ്പക്ഷിയാണെന്നും തൻ്റെ കഴിവുകൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുന്നുവെന്നും അവർക്ക് അറിയാമായിരുന്നു. ഓസിക്ക് പറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ സന്തോഷവാനായിരുന്നു. താൻ ആരായിരിക്കാനാണോ വിധിക്കപ്പെട്ടിരിക്കുന്നത് അത് താൻ തന്നെയാണെന്ന് അവനറിയാമായിരുന്നു. കഴിയില്ല, പക്ഷേ ഒട്ടകപ്പക്ഷിക്ക് വേഗത്തിൽ കുതുകുതു ഉറങ്ങാൻ തോന്നാൻ കഴിയും. താങ്ക് യു, ബൈ ബൈ. അവസാനിച്ചു. ലവ് ചെയ്യണേ.